വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ചില നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ചില കറന്റ് അഫയർ പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റിവൈസിന്റെ സെഷനിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സോ നിങ്ങളെല്ലാവരും നല്ല പ്രോപ്പറായിട്ട് നോട്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് ഇത് വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ കറന്റ് അഫയേഴ്സ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് നിയമനങ്ങളും വ്യക്തികളും എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ ആദ്യ ചോദ്യം, ഇന്ത്യൻ കരസേനയുടെ 31ാമത് ചീഫായി ചുമതലയേറ്റ വ്യക്തി ആര് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ കരസേനയുടെ 31ാമത് ചീഫായി ചുമതലയേറ്റ വ്യക്തി ജനറൽ ധീരജ് സേത്ത് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് 31ാമത് ഇന്ത്യൻ കരസേനയുടെ 31ാമത് ചീഫായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ജനറൽ ധീരജ് സേത്ത്. അതുപോലെ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അതായത് BWF അത്ലറ്റ്സ് കമ്മീഷന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടെ എന്ത് വേണം പഠിക്കണം. കാരണം ഒരു ഇന്ത്യൻ താരത്തെ വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അത്ലറ്റ്സിന്റെ ചെയർമാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോ ആരാണ് ആ വ്യക്തി? PV സിന്ധു. നമുക്കറിയാം ഇന്ത്യയുടെ ബാഡ്മിന്റൺ പ്ലെയർ ആയിട്ടുള്ള PV സിന്ധുവിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, BWF അത്ലറ്റ്സ് കമ്മീഷന്റെ ചെയർമാനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്മൾ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് PV സിന്ധുവിനെ BWF അത്ലറ്റ്സ് കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ചിട്ടുണ്ട് എന്നുള്ള ഈ ഒരു പോയിന്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ ISROയുടെ LPSC ഡയറക്ടറായി നിയമിതനായ വ്യക്തി, അതായത് ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. LPSC അതായത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ബാംഗ്ലൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള LPSCയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് M മോഹനൻ. സോ ഈ 3 നിയമനങ്ങളും വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. സോ ഒന്നാമത്, ഇന്ത്യൻ ആർമിയുടെ 31ാമത് കരസേനാ മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജനറൽ ധീരജ് സേത്ത്. അതുപോലെ BWF വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അത്ലറ്റ്സ് ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ അത്ലറ്റ് ആണ് നമ്മുടെ PV സിന്ധു. അതുപോലെ ISROയുടെ LPSC ചെയർമാനായി നിയമിതനായത് M മോഹനൻ. അതുപോലെ ഈ 3 പോയിന്റുകൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക. സോ അടുത്തതായിട്ട് 2026 ജൂലൈയിൽ ഇന്ത്യ ആരുടെ 125ാം ജന്മദിനമാണ് രാജ്യവ്യാപകമായി ആഘോഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. അപ്പോ ഈ വ്യക്തിയെ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന ഇന്നത്തെ BJPയുടെ ഒക്കെ ഒരു മുൻഗാമി എന്ന് പറയപ്പെടുന്ന ഭാരതീയ ജനസംഘിന്റെ ഒരു സ്ഥാപക നേതാവായിരുന്നു ഈ പറയുന്ന ശ്യാമപ്രസാദ് മുഖർജി. അതുപോലെ ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്, അല്ലെങ്കിൽ ആ ജന്മദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് നമ്മൾ ഒരുപാട് തവണ PSC ആൻസറുകളിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തി, പ്രൊഫസർ PC മെഹലനോബിസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്ന PC മെഹലനോബിസ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. സോ പ്രൊഫസർ PC മെഹലനോബിസിന്റെ ജന്മദിനമാണ് ജൂൺ 29. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഈ പറയുന്ന PC മെഹലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജൂൺ 29. സോ അടുത്ത പോയിന്റിൽ നമ്മൾ ശാസ്ത്രവും ബഹിരാകാശവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഏതാനും കറന്റ് അഫയേഴ്സ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് ഏത് എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുക വിക്രം 1. ഈ വിക്രം 1ന്റെ കന്നിപ്പറക്കലിനായി തയ്യാറാക്കിയ ദൗത്യമേത് എന്നാണ് ചോദ്യം. അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ ആദ്യത്തെ പറക്കലിന് വേണ്ടി തയ്യാറാക്കിയ ദൗത്യത്തിന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. സോ ആൻസർ ഈസ് മിഷൻ ആഗമൻ എന്നറിയപ്പെടുന്നതാണ് ഈ പറയുന്ന ചോദ്യത്തിന്റെ ആൻസർ. അപ്പോ ഇന്ത്യയിലെ ഫസ്റ്റ് സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് ഏത് എന്ന ചോദ്യത്തിന് വിക്രം 1 എന്ന് നമുക്ക് ആൻസർ പറയാം. ഈ പറയുന്ന വിക്രം 1ന്റെ ആദ്യ പറക്കലിനായി തയ്യാറാക്കിയ ദൗത്യമാണ് മിഷൻ ആഗമൻ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം നമ്മൾ ഒരുപാട് തവണ PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആൻസറിലും എല്ലാം കണ്ട് പരിചയമുള്ള ഒരു കാര്യമാണ്. സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച
വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആദ്യ ദൗത്യം ആദിത്യ L1. ഒരുപാട് കാലങ്ങളായിട്ട് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദിത്യ L1മായി ബന്ധപ്പെട്ട്. സോ അത് ഓർത്തിരിക്കുക. ഇനി ഗഗൻയാൻ ദൗത്യങ്ങൾക്ക് മുന്നോടിയായി ISRO വിജയകരമായി പൂർത്തിയാക്കിയ നിർണായക ഗ്രൗണ്ട് ടെസ്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഇതിന്റെ മുന്നോടിയായി ISRO വിജയകരമായി പൂർത്തിയാക്കിയ നിർണായക ഗ്രൗണ്ട് ടെസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് സോൾവ് എന്നറിയപ്പെടുന്ന ഗ്രൗണ്ട് ടെസ്റ്റ് അല്ലെങ്കിൽ സോൾവ് ഗ്രൗണ്ട് ടെസ്റ്റ്. ഈ സോൾവ് എന്ന് പറയുമ്പോൾ അത് സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ എക്സ്പെരിമെന്റ് എന്നാണ് സോൾവ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ എക്സ്പെരിമെന്റ് സോൾവ് എന്നറിയപ്പെടുന്ന ഗ്രൗണ്ട് ടെസ്റ്റ്. സോ ഗഗൻയാൻ ദൗത്യങ്ങൾക്ക് മുന്നോടിയായി ISRO വിജയകരമായി പൂർത്തിയാക്കിയ നിർണായക ഗ്രൗണ്ട് ടെസ്റ്റ് ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് സോൾവ് എന്നറിയപ്പെടുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം. അതുപോലെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ 1 GHz കരുത്തുള്ള മൈക്രോ പ്രോസസറിന്റെ പേരെന്ത്? സോ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ 1 GHz കരുത്തുള്ള മൈക്രോ പ്രോസസറിന്റെ പേരാണ് ധ്രുവ് 64. സോ ഓർത്തിരിക്കാം. ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കറന്റ് അഫയർ ക്വസ്റ്റ്യൻ ആയി പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ധ്രുവ് 64. അറിഞ്ഞിരിക്കുക, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ 1 GHz പവറുള്ള മൈക്രോ പ്രോസസറാണ് ധ്രുവ് 64. അതുപോലെ അടുത്തൊരു ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ MRI സ്കാനർ വികസിപ്പിക്കാൻ പങ്കാളിയായ കമ്പനി ഏത്? സോഹോ എന്നറിയപ്പെടുന്ന കുറച്ച് കാലങ്ങളായിട്ട് വാർത്തകളിലെല്ലാം നമ്മൾ കണ്ടു പരിചയമുള്ള ഒരു കമ്പനിയാണ് ഇത്. സോഹോ എന്നറിയപ്പെടുന്ന നമ്മൾ ഗൂഗിൾ പോലെയൊക്കെയുള്ള ഒരു കമ്പനിയായിട്ട് ഉയർന്നു വരാൻ ചാൻസ് ഉള്ള ഒരു കമ്പനി എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സോഹോ എന്ന് പറയുന്ന കമ്പനി. സോ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ MRI സ്കാനർ വികസിപ്പിക്കാൻ പങ്കാളിയായ കമ്പനി ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് സോഹോ കോർപ്പറേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി നമ്മൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പഠിച്ച നിയമനങ്ങളും ഈ കാര്യങ്ങളും കൂടെ നമ്മൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കാം. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഇവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ പ്രതീക്ഷിക്കാം. സോ അടുത്തതായിട്ട് നമുക്ക് ഗവൺമെന്റ് പദ്ധതികളും അതുപോലെ പോർട്ടലുകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ, വികസന പദ്ധതികൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് ഏത്? PM ഫാമിലി കെയർ ട്രാക്കർ അല്ലെങ്കിൽ PMFCT. അതായത് വികസന പദ്ധതികൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് PM ഫാമിലി കെയർ ട്രാക്കർ. അതുപോലെ സാമൂഹ്യ സുരക്ഷാ കോഡ് പ്രകാരമുള്ള പുതിയ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം, അതായത് പുതിയ EPF സ്കീം നിലവിൽ വന്ന ഡേറ്റ് ആണ് 2026 ജൂൺ 29 മുതലാണ് ന്യൂ EPF സ്കീം എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത്. സോ അത് ഒന്ന് ഓർത്തിരിക്കാം. അതുപോലെ കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രം SSBSK അല്ലെങ്കിൽ സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രം എന്നറിയപ്പെടുന്ന SSBSK എന്ന പ്രോഗ്രാമാണ് കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്ത് ചെയ്തിട്ടുള്ളത്, ആരംഭിച്ചിട്ടുള്ള പുതിയൊരു പദ്ധതിയാണ് SSBSK എന്നറിയപ്പെടുന്ന സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രം. ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് കൂടുതലായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ അടുത്തൊരു ചോദ്യം, രാജ്യത്ത് സുരക്ഷിതമായ മാതൃത്വ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ദേശീയ തന്ത്രരേഖ ഏത് എന്നാണ് ചോദ്യം. സുമൻ റോഡ് മാപ്പ് 2030 അല്ലെങ്കിൽ സുമൻ റോഡ് മാപ്പ് 2030. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്യത്ത് സുരക്ഷിതമായ മാതൃത്വ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയൊരു തന്ത്രരേഖ ഏതാണ് എന്ന ചോദ്യത്തിന് സുമൻ റോഡ് മാപ്പ് 2030 എന്ന് നമുക്ക് ആൻസർ പറയാം. ഈ സുമൻ എന്നറിയപ്പെടുന്നത് ഒരു നമ്മുടെ IIT ഖരഗ്പൂരിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഒരാളാണ് സുമൻ എന്നറിയപ്പെടുന്ന സുമൻ ചക്രവർത്തി എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഇദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങളും അതുപോലെ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന്റെ പേര് കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത്, സുമൻ റോഡ് മാപ്പ് 2030 എന്ന് പറയുന്ന. അതായത് പ്രസവാനന്തരമുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ശിശു മരണനിരക്ക് കുറക്കുക എന്നൊക്കെയുള്ള ചില ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന സുമൻ റോഡ് മാപ്പ് 2030. സോ
ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പദ്ധതികളായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം ചോദ്യങ്ങൾ ഓർത്തിരിക്കുന്നത് എക്സാമുകൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഈ നയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, ഇവിടെ വിവിധ മേഖലകളിലെ സാങ്കേതിക വികാസത്തിന്റെ പുരോഗതി വിലയിരുത്താൻ സർക്കാർ പുറത്തിറക്കിയ പ്ലാറ്റ്ഫോം ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് TRL കോമ്പസ് പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ TRL കോമ്പസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പോർട്ടൽ എന്നറിയപ്പെടുന്നത്. ഇത് TRL എന്ന് ഉദ്ദേശിക്കുന്നത് ടെക്നോളജി റെഡിനെസ് ലെവൽ എന്നുള്ളതാണ് TRL കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു പുതിയ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലേക്ക് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ അതിലേക്ക് എത്രത്തോളം ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തുന്ന ഒരു 9 ലെവൽ, ഒരു 9 ലെവലുകളായിട്ട് അതിനെ പരിശോധിക്കുന്ന ഒരു രീതിയാണ് ഇത് TRL കോമ്പസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. സോ ഓർത്തിരിക്കാം, വിവിധ മേഖലകളിലെ സാങ്കേതിക വികാസത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി സർക്കാർ പുറത്തിറക്കിയ പ്ലാറ്റ്ഫോമാണ് TRL കോമ്പസ് അല്ലെങ്കിൽ TRL കോമ്പസ് പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്ന ഈ ഒരു കാര്യം. സോ ഓർത്തിരിക്കാം ഇത്രയും കാര്യങ്ങൾ. അടുത്തായിട്ട് പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ലൈഡ് നമുക്ക് പരിശോധിക്കുമ്പോൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്ലോവാക്യൻ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ്. അതായത് നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്ലോവാക്യൻ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്ന് പറയപ്പെടുന്ന ആ രാജ്യത്ത് ലഭിക്കുന്ന ഏറ്റവും പരമോന്നത, അതായത് അവിടെയുള്ള ഏറ്റവും വലിയ ഒരു സിവിലിയൻ പുരസ്കാരമാണ് ഏത്, ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ്. സോ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയിൽ നിന്ന് ഈ പറയുന്ന പുരസ്കാരം ലഭിച്ചു എന്നാണ് പറയുന്നത്. സോ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് എന്നുള്ളത് വ്യക്തമായി ഓർത്തിരിക്കുക. അടുത്തതായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുന്നവർക്കായിട്ട് സെഷൽസ് എന്ന രാജ്യം നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് നൽകിയ ഒരു അവാർഡാണ് ഏത്, ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസോൺ. സെയ്ഷൽസ് അല്ലെങ്കിൽ സെഷൈൽസ് എന്നൊക്കെ പല ആളുകളും പറയപ്പെടുന്ന ഈ ഒരു രാജ്യം നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകിയ പുരസ്കാരമാണ് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസോൺ. സോ ഓർത്തിരിക്കാം, ഈ 2 പുരസ്കാരങ്ങളും, ഒന്ന് ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് സ്ലോവാക്യൻ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. ഇനി ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസോൺ സെയ്ഷൽസ് എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൽ നിന്ന് നരേന്ദ്രമോദിക്ക് ലഭിച്ച പുരസ്കാരമാണ് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസോൺ. അപ്പോ അടുത്തൊരു ചോദ്യം, 2026 പത്മ അവാർഡ് നേടിയ പ്രധാന സിനിമ കായിക രംഗത്തെ വ്യക്തികൾ ആരെല്ലാം? ഇവിടെ ഒരുപാട് പേർക്ക് പത്മ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില എക്സാം ഓറിയന്റഡ് പോയിന്റുകളായിട്ട് മമ്മൂട്ടി, അതുപോലെ വിജയ് അമൃതരാജ്, അതുപോലെ രോഹിത് ശർമ്മ, ഈ പറയുന്ന 3 പേരെ നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. അഭിനയം എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക്, അതുപോലെ വിജയ് അമൃതരാജ് ടെന്നീസിലും, അതുപോലെ രോഹിത് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള രോഹിത് ശർമ്മയ്ക്കും ഈ പറയുന്ന പത്മ അവാർഡ് 2026 ലഭിച്ചിട്ടുണ്ട്. ഇനി റഷ്യയിലെ അന്താരാഷ്ട്ര സാൻഡ് സ്കൾപ്ചർ ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് മാസ്റ്റർ കപ്പ് നേടിയ ഇന്ത്യൻ മണൽ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ സാൻഡ് ആർട്ടിസ്റ്റ് ആര് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് സുദർശൻ പട്നായിക് എന്നറിയപ്പെടുന്ന വ്യക്തി. സോ റഷ്യയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സാൻഡ് സ്കൾപ്ചർ ഫെസ്റ്റിവലിലെ ഈ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യൻ സാൻഡ് ആർട്ടിസ്റ്റ് ആര് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് സുദർശൻ പട്നായിക്. അപ്പോ ഈ അവാർഡുകളെല്ലാം നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടതുണ്ട്. കാരണം പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും അതുപോലെ പ്രധാന സംഭവങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു അവാർഡിന്റെ സെഷനിലുള്ള പോയിന്റുകൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ അടുത്ത പ്രതിരോധവും അന്താരാഷ്ട്ര ബന്ധങ്ങളും എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത്, ഹവായിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര നാവിക അഭ്യാസ പ്രകടനമായ ഏതിലാണ് ഇന്ത്യ പങ്കെടുത്തത് എന്നാണ് ചോദ്യം. അതായത് കഴിഞ്ഞ 2026 ഇന്ത്യ പങ്കെടുത്ത ഹവായിൽ വെച്ച് നടന്ന ബഹുരാഷ്ട്ര നാവിക അഭ്യാസം ഏത് എന്നാണ് സിമ്പിൾ ആയിട്ട് ചോദ്യം. സോ റിംപാക് 2026 അല്ലെങ്കിൽ റിംപാക് 2026 എന്നാണ്. സോ ഹവായിൽ നടന്ന ബഹുരാഷ്ട്ര നാവികാഭ്യാസ പ്രകടനമാണ് ഏത്, റിംപാക് 2026 എന്നറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പുതിയ ഉഭയകക്ഷി നിക്ഷേപ കരാർ നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് 2026 ജൂലൈ 4 മുതലാണ് ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ നിലവിൽ വന്നത്. അതായത് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് അഗ്രിമെന്റ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന ഉഭയകക്ഷി കരാർ നിലവിൽ വന്നത് 2026 ജൂലൈ 4 മുതലാണ്. അടുത്തതായിട്ട്
ഭൂകമ്പ ബാധിതരായ വെനസ്വലയെ സഹായിക്കുന്നതിന് ഇന്ത്യ ആരംഭിച്ച ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന ദൗത്യമേത് എന്നാണ് ചോദ്യം. നമ്മൾ വേൾഡ് കപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് വെനസ്വല എന്ന് പറയുന്ന രാജ്യത്തുണ്ടായിട്ടുള്ള വലിയൊരു ഭൂകമ്പം. സോ ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടത്തിയിട്ടുള്ള ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്നറിയപ്പെടുന്നത്. സോ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഭൂകമ്പ ബാധിത പ്രദേശമായ അല്ലെങ്കിൽ ഭൂകമ്പ ബാധിതരായ വെനസ്വലയെ സഹായിക്കുന്നതിന് ഇന്ത്യ ആരംഭിച്ച ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനമാണ് ഇത് ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്നറിയപ്പെടുന്നത്. അടുത്തൊരു ചോദ്യം, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഗോവ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഫാസ്റ്റ് പട്രോൾ വെസലിന്റെ പേരെന്ത്? അതായത് ഫാസ്റ്റ് പട്രോൾ വെസലിന്റെ പേരെന്ത്? ICGS അക്ഷയ്. ഓർത്തിരിക്കാം, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഗോവ ഷിപ്പ്യാർഡിൽ വെച്ച് നിർമ്മിച്ച ഫാസ്റ്റ് പാട്രോൾ വെസൽ ICGS അക്ഷയ് എന്നാണ് അറിയപ്പെടുന്ന പേര്. അടുത്തതായിട്ട് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി നിർമ്മിച്ച പ്രോജക്ട് 17A. ഓർത്തിരിക്കാം, ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി നിർമ്മിച്ച പ്രോജക്ട് 17A ഏഴാമത് സ്റ്റെൽത്ത് ഫ്രിഗേറ്റിന്റെ പേരെന്ത്? ഓർത്തിരിക്കാം, വ്യക്തമായി ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഓർത്തിരിക്കുക. ഏഴാമത് സ്റ്റെൽത്ത് ഫ്രിഗേറ്റിന്റെ പേരെന്ത്? INS മഹേന്ദ്രഗിരി. സോ ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി നിർമ്മിച്ച പ്രോജക്ട് 17A ഏഴാമത് സ്റ്റെൽത്ത് ഫ്രിഗേറ്റിന്റെ പേരാണ് INS മഹേന്ദ്രഗിരി എന്നറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ആർമിക്കായി നിർമ്മിച്ച തദ്ദേശീയ anti-UAV ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിന്റെ പേരെന്ത്? ഇന്ത്യൻ ആർമിക്കായിട്ട് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള തദ്ദേശീയ anti-UAV ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിന്റെ പേരാണ് ആകാശ് തരംഗ്. അപ്പോ ഇത്രയും പോയിന്റുകൾ, ഈ ഒരു 3 പോയിന്റും നമ്മുടെ സൈനിക സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങളാണ്. നിർബന്ധമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. ഈ പറയുന്ന പ്രതിരോധവും, ഒരു രാജ്യത്തിന്റെ പ്രതിരോധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരാൻ പോകുന്ന പരീക്ഷകൾക്ക് കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ള കാര്യങ്ങളാണ്. സോ ഇവ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. INS മഹേന്ദ്രഗിരി അതുപോലെ ആകാശ് തരംഗ് പറയുന്ന പോയിന്റുകളെല്ലാം വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ എന്ത് വേണം, എക്സാമിന് പോകേണ്ടതുണ്ട്. അതുപോലെ അടുത്തതായിട്ടുള്ള ഒരു സെഷൻ 2026 ഗ്ലോബൽ സുസ്ഥിര വികസന സൂചികയിൽ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നാണ് ചോദ്യം. ഒരുപാട് തവണ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഓർത്തിരിക്കാം, സാധാരണയായി എല്ലാ സമയത്തും ഫിൻലാൻഡ് തന്നെയാണ് ഒന്നാമതാവാറുള്ളത്. സോ ഇന്ത്യയുടെ സ്ഥാനം 94ആണ്. 2026 UN ഗ്ലോബൽ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94. അതുപോലെ ആയുർവേദത്തെ ആഗോളതലത്തിൽ പ്രധാന ചികിത്സാ രീതിയാക്കാൻ നീതി ആയോഗ് ലക്ഷ്യമിട്ടിട്ടുള്ള വർഷം ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസറാണ് 2047. അതിനെ ആയുർവേദ ഗ്ലോബൽ റോഡ് മാപ്പ് എന്നുള്ള ഒരു പദ്ധതിയായിട്ട് അല്ലെങ്കിൽ ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സോ 2047 ആയുർവേദത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഗോളതലത്തിൽ പ്രധാന ചികിത്സാ രീതിയാക്കാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് മധ്യപ്രദേശിലാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പങ്കാളിത്തത്തോടെ നിർമ്മിച്ച നമ്മുടെ കേരളത്തിലെ എയർപോർട്ടാണ് സിയാൽ എന്നറിയപ്പെടുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ആൻസറാണ് മധ്യപ്രദേശ്. സോ നല്ല വൃത്തിയായിട്ട് നമ്മൾ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക ഡിജിറ്റൽ നൊമാഡ് വില്ലേജ്. ആ ഒരു വേർഡ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് നിലവിൽ വന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന് സിക്കിം എന്ന് നമുക്ക് ആൻസർ പറയാം. സോ ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് സിക്കിമിലാണ് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത്. ഇനി അടുത്തൊരു ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങൾ കാണപ്പെടുന്ന നമേരി കടുവാ സങ്കേതം. അപ്പോ ഇവിടെ ഈ നമേരി കടുവാ സങ്കേതം എവിടെയാണ് എന്നാണ് ചോദ്യം. നമേരി നമുക്കറിയുന്ന ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റില് സോനിത്പൂർ എന്ന ജില്ലയിലെ ഒരു കടുവാ സങ്കേതമാണ് നമേരി. സോ ഓർത്തിരിക്കാം, നമേരി കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. അതുപോലെ സോനിത്പൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് നമേരി കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഒരു 30 ചോദ്യങ്ങൾ നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കറന്റ് അഫയർ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത എക്സാമിന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പോയിന്റുകൾ നല്ല വൃത്തിയായി പഠിച്ചു വെക്കാം. അപ്പോ ഇതുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു സമയം നമുക്ക് കാണാം. അപ്പൊ അതുവരെ നമ്മൾ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.